അതുകൊണ്ട് ഞാൻ എന്താ വേണ്ടത്? ധ്വനിമോളെ സ്കൂളിൽ അയക്കാതിരിക്കണമെന്നാണോ പറയുന്നേ? അങ്ങനെയല്ല, ധ്വനിമോളുടെ കഴിവുകൾ മനസ്സിലാക്കി മോൾക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന ഒരു സ്ഥലത്ത് വേണം നമ്മൾ അവളെ അയക്കാൻ. അവിടെ അവൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ജീവിതം ആസ്വദിക്കാനും അവൾക്ക് സാധിക്കും. അതിന് അവളെ പോലുള്ള കുട്ടികൾ പഠിക്കുന്ന സ്ഥലത്ത് ചേർക്കുന്നത് തന്നെയാണ് നല്ലത്. മറ്റുള്ളവർക്ക് കുറവുകളായി തോന്നുന്നതെല്ലാം കഴിവുകളായി മാറ്റുന്നതുകൊണ്ട് അത്തരം സ്കൂളുകൾ സ്പെഷ്യൽ ആവുന്നത്. ചെറിയച്ചൻ പറയുന്നതൊക്കെ ശരിയാ, ഞാനും അങ്ങനെ ആലോചിച്ചു. പക്ഷേ അത്തരം സുരക്ഷിതമായൊരു സ്ഥലവും കൂടെ വേണ്ടേ? വേണം, അത് നമ്മൾ കണ്ടെത്തണം. ആ, അഷിതയുടെ ചേച്ചി ദുർഗ പഠിപ്പിക്കുന്നത് നമ്മുടെ ധ്വനിമോളെ പോലുള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലാണെന്നല്ലേ അന്ന് അവര് പറഞ്ഞത്? നമുക്ക് മോളെ അവിടെ ആക്കിയാലോ? ആ, അത് ശരിയാ. വിവാഹം ഉടനെ നടക്കാൻ പോകുന്ന സ്ഥിതിക്ക് മോളെ അവിടെ ചേർത്താൽ ഒരു പ്രത്യേക പരിഗണന കിട്ടാൻ സാധ്യതയുണ്ട്. ഞാൻ ഏതായാലും ആ കുട്ടിയോടൊന്ന് സംസാരിക്കട്ടെ. അതാ മോളെ നല്ലത്. ബന്ധുക്കളാവുമ്പോ ധ്വനിമോളുടെ കാര്യത്തില് നമുക്ക് ഒരു ടെൻഷനും ഉണ്ടാവില്ല. അതെ. ടീച്ചറാണാ? ഞാൻ വിചാരിച്ചേ ജയശ്രീയുടെ മോള് ജയശ്രീയെ പോലെ വലിയ പോലീസ് ഓഫീസർ ആവുമെന്ന്. സാരമില്ല, ഇത് നല്ല പണി തന്നെ. കൊച്ചു കുട്ടിയേക്ക് 10 അക്ഷരം പറഞ്ഞു കൊടുക്കുന്നല്ലേ മെഡിക്ക്. ചേട്ടാ വന്നിരിക്കെ പറയട്ടെ. അമ്മാ, എനിക്ക് ഇങ്ങോട്ടുള്ള സ്റ്റേഷനിലേക്ക് ട്രാൻസ്ഫർ ആയി. ആണോ? ആ, താമസിക്കാൻ വേണ്ടി ഒരു വീട് നോക്കിക്കൊണ്ടിടക്കായിരുന്നു. അല്ലെങ്കിൽ ക്വാർട്ടേഴ്സ് വല്ലതും കിട്ടാൻ വേണ്ടി ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചേട്ടനെ ഞാൻ വിളിച്ചത്. അപ്പൊ ചേട്ടൻ പറഞ്ഞു എന്നാ നീ ഇങ്ങോട്ട് പോരുന്നു. അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയത്. മോളെ, ഇനി കുറച്ചു ദിവസം ഞാൻ ഇവിടെ ഉണ്ടാവും കേട്ടാ. മോളെ, മുറി റെഡിയല്ലേ? അതെ. കുട്ടന് യാത്രയൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ, മുറി കാണിച്ചു തരും. ഒന്ന് കുളിച്ച് ഫ്രഷ് ആവും. ബാക്കി വിശേഷങ്ങളൊക്കെ അത് കഴിഞ്ഞ് പറയാം. ആയിക്കോട്ടെ മോളെ, കുട്ടന് നല്ലൊരു കാപ്പി കൊടുത്ത് കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും മതി. ശരി. മോളെ, മോളെ വിത്തോട്ട്. വാ കുട്ട. പയ്യെ പയ്യെ പയ്യെ. ഹലോ ആന്റി, പൂർണിമയാ. മനസ്സിലായി മോളെ. എന്താ ഈ സമയത്ത്? വിവാഹത്തിന്റെ കാര്യങ്ങൾ വല്ലതും സംസാരിക്കാനാണോ? അല്ല, ഞാനിപ്പോ വിളിച്ചത് മറ്റൊരു കാര്യം സംസാരിക്കാനായിരുന്നു. എന്താ മോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആന്റി, എനിക്ക് ആന്റിയുടെ ഒരു ഹെൽപ്പ് വേണമായിരുന്നു, അതിനെ വിളിച്ചേ. എന്റെ ഹെൽപ്പോ? അത് ഇന്ദ്രപ്രസ്ഥത്തിലെ പൂർണിമയ്ക്ക്. ദേ, വെറുതെ എന്നെ കളിയാക്കല്ലേ. ആർക്കാരുടെ സഹായം എപ്പോഴൊക്കെയാ വേണ്ടി വരുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ ആന്റി. അതും ശരിയാ. ആന്റി, എനിക്ക് അവിടുത്തെ ദുർഗയുടെ നമ്പർ ഒന്ന് വേണമായിരുന്നു. ദുർഗയുടെ നമ്പറോ? അതെ, ദുർഗ പഠിപ്പിക്കുന്ന സ്കൂളിലേക്ക് ധ്വനിമോളെ ചേർക്കുന്ന കാര്യത്തെക്കുറിച്ചൊന്ന് സംസാരിക്കാൻ വേണ്ടിയാ. അയ്യോ പൂർണിമ, അത് പൂർണിമ വിചാരിക്കുന്ന പോലെ ഒരു വലിയ സ്കൂളൊന്നുമല്ല. പ്രത്യേകിച്ച് പൂർണിമയെ പോലെ ഒരാളുടെ മകളെ അവിടെ ചേർക്കാൻ കൊള്ളില്ല. അവിടെ തീരെ ദരിദ്രവാസി പിള്ളേര് പഠിക്കുന്ന സ്കൂളാ. ആന്റി, എനിക്ക് വേണ്ടത് എന്റെ മോളെ സുരക്ഷിതമായി പറഞ്ഞുവിടാനും അവളുടെ കുറവുകളെ മനസ്സിലാക്കി അവളെ പ്രോത്സാഹിപ്പിക്കാൻ കഴിവുള്ള ടീച്ചേഴ്സ് ഉള്ള സ്ഥലമാ. പറഞ്ഞു കേട്ടിടത്തോളം ദുർഗ അത്തരം നല്ലൊരു ടീച്ചർ തന്നെയാണ്. അതുകൊണ്ട് ആന്റി ആ നമ്പർ ഒന്ന് തരണം. അല്ല, എന്നാലും പൂർണിമ. അല്ല, ആന്റിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും വഴിക്ക് നമ്പർ കണ്ടെത്തിക്കോളാം. അയ്യോ, ബുദ്ധിമുട്ടോ? എനിക്കെന്ത് ബുദ്ധിമുട്ട്? ഞാൻ നമ്മുടെ ധ്വനിമോളെ കുറിച്ച് ഓർത്ത് പറഞ്ഞതാ. നമ്പർ ഇപ്പൊ തന്നെ തരാം. താങ്ക് യു ആന്റി, പറഞ്ഞോളൂ. ഞാനൊന്ന് സ്പീക്കറിലിടട്ടെ. 8547676295. ഓക്കെ ആന്റി, എന്നാ ഞാൻ ദുർഗയെ വിളിച്ചോളാം. ശരി മോളെ. മോള് സ്കൂളിലേക്കാ? അതെ. അതെ, ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഭയങ്കര ബുദ്ധിയുള്ളവരെന്നാ പറയുന്നത്. അപ്പോ വികൃതി അതുപോലെ കാണുമായിരിക്കും അല്ലേ? അങ്ങനെ കുഴപ്പമൊന്നുമില്ല, എല്ലാരും നല്ല കുട്ടികളാ. പിന്നെ ഞാൻ പഠിപ്പിക്കുന്നത് സ്പെഷ്യൽ സ്കൂളിലാ. മറ്റുള്ളവരുടെ കണ്ണില് അവർക്ക് എന്തെങ്കിലും കുറവുണ്ടെന്ന് തോന്നുമെങ്കിലും ഞങ്ങളുടെ കണ്ണിൽ അവര് നല്ല മിടുക്കന്മാരും മിടുക്കികളുവാ. എല്ലാവർക്കും ഈശ്വരന് എന്തെങ്കിലുമൊക്കെ കഴിവ് കൊടുത്തിട്ടുണ്ടാവുമല്ലോ. അത് കണ്ടെത്താനും വളർത്താനും അധ്യാപകർ അവരെ സഹായിച്ചാ അത് വലിയൊരു കാര്യമായിരിക്കും. അത് സത്യം.
ദുർഗമോള് സംസാരിക്കുന്നത് കേൾക്കുമ്പോഴേ മോളുടെ അമ്മ ജയശ്രീ ഓർമ്മ വരുന്നു. എന്തു ചോദിച്ചാലും മറ്റുള്ളവരെ സഹായിക്കുന്നതിനെ പറ്റി അവരെ സംരക്ഷിക്കുന്നതിനെ പറ്റി മാത്രമേ പറയാറുള്ളൂ. ആര് നിങ്ങളോട് പലവട്ടം ഞാൻ പറഞ്ഞിട്ടില്ലേ രാവിലെ എന്നെ വിളിക്കണമെന്ന്. എന്നിട്ട് ഇത്രയും നേരമായിട്ട് നിങ്ങൾ എന്നെ വിളിച്ചോ? അതെങ്ങനെയാ? നിങ്ങൾക്ക് എന്നെ വിളിക്കാനുള്ള സമയം കിട്ടത്തില്ലല്ലോ. നിങ്ങളിപ്പോ എവിടാ? എന്ത് ചെയ്തോണ്ടിരിക്കുവാ? ചായയെ പഞ്ചസാരയിട്ട് കുടിക്കരുതെന്ന് പറഞ്ഞാൽ അതും കേൾക്കത്തില്ല. ഷുഗർ കൂട്ടാനുള്ള പരിപാടിയാ. ഞാനെടുത്തില്ലെങ്കിൽ എന്തോ ആവാമല്ലോ അല്ലേ? ഇങ്ങ് വാ, ശരിയാക്കി തരാം. വൈഫാ വൈഫാ ആ എന്നാ മോള് വെക്കോ. ശരി എന്നാ സൂക്ഷിച്ചു പോണം കേട്ടാ. ആ